പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന്റെ ജീവിതം, അതാണ് രാമന്റെ സന്ദേശം. ഹനുമാൻ തൻ്റെ സന്ദേശവുമായിട്ട് രാമന്റെ അരികിലെത്തുന്നു. ഈ സമയത്ത് രാമന്റെ മാനസിക ഭാവങ്ങൾ എന്തായിരുന്നു എന്നത്. ഇപ്പം രാമനെ കുറിച്ച് പറയുമ്പോൾ സമാജത്തിൽ നമ്മളെ വിമർശിക്കുന്ന ആളുകൾ പറയാറുണ്ട്, മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരം ശ്രീരാമൻ, അദ്ദേഹത്തിന് സീതയെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി അറിയില്ലേ? അദ്ദേഹത്തിന് കടൽ ചാടിക്കടക്കുവാനും ഇത്രയും ആളുകളെ അവിടെ കൊണ്ടുപോകുവാനും കഴിവില്ലേ? പിന്നെ എന്തിനാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? മാത്രമല്ല, സീതയെ കാണാതായപ്പോൾ അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരയുന്നുണ്ട്. ഇതൊക്കെ ഒരു അവതാര പുരുഷന് ചേർന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, വാൽമീകി രാമായണത്തിലെ രാമൻ മനുഷ്യനായ രാമനെയാണ് നമുക്ക് മുന്നിൽ മഹർഷി അവതരിപ്പിക്കുന്നത്. കാരണം രാമന്റെ ജീവചരിത്രത്തെ മഹർഷി വിസ്തരിച്ച് രാമായണത്തിലൂടെ നമുക്ക് നൽകിയപ്പോൾ രാമൻ എന്ന മനുഷ്യനിലൂടെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഇപ്പൊ രാമനെ ദൈവമായിട്ടാണ് മറ്റു പല രാമായണങ്ങളും അവതരിപ്പിച്ചത്. ഇപ്പൊ രാമായണത്തിന് 100 കണക്കിന് വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ മൂലഗ്രന്ഥമായ വാൽമീകി രാമായണത്തിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രനായിട്ട് ജനിച്ച രാമൻ, ആ രാമന്റെ ജീവിതത്തിലൂടെയുള്ള അയനം, രാമായണം, യാത്ര. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രാമന്റെ ജീവിതത്തിൽ രാമൻ സുഖം വന്നപ്പോൾ ചിരിച്ചിട്ടുണ്ട്, ദുഃഖത്തിൽ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. കൊല്ലേണ്ടി വന്ന സമയത്ത് വീരപരാക്രമിയായിട്ട് സകല രാക്ഷസന്മാരെയും നിഗ്രഹിച്ചിട്ടുണ്ട്. തൻ്റെ സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറണം എന്ന് കൃത്യമായിട്ട് രാമൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളോടുള്ള സാഹോദര്യഭാവത്തിന്റെ ഉദാത്ത മാതൃകയും കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആരെല്ലാമാണ്? നമ്മൾ ആദ്യം ഒരു മകനാണ്, സഹോദരനാണ്, നമ്മൾ ഭർത്താവാകുന്നു, പിന്നീട് അച്ഛനാകുന്നു, അധികാര രാഷ്ട്രീയത്തിലൊക്കെ പോകുന്നവർ അധികാരികൾ, എന്ന് വെച്ചാൽ രാജാവ്, ഭരണാധികാരിയാകുന്നു. അങ്ങനെ വ്യത്യസ്ത റോളുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കുണ്ട്. അപ്പൊ നമ്മളൊരു മകനായിരിക്കുന്ന സമയത്ത് പിതാവിനോട് കാണിക്കേണ്ട ധർമ്മം എന്ത്? അത് കാണിക്കണം. പുത്രൻ എന്ന വാക്ക്, പുത്ത് എന്നാൽ നരകം, നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യിക്കുന്നവൻ ആരോ അവൻ പുത്രൻ. അതിന് വിശാലമായ അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതാണ്, ആ പുത്രന്റെ ഉദാത്തമായ ഭാവമാണ് നമ്മൾ രാമനിൽ കണ്ടതും രാമനിലൂടെ പഠിച്ചതും. അച്ഛന്റെ വാക്ക് പാലിക്കാനാണ് 14 കൊല്ലം രാമൻ കാട്ടിലേക്ക് പോയത് എന്നറിയണം. രണ്ടാമത്തേത് രാമൻ എന്ന സഹോദരൻ. ആ സഹോദരന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഭരതനോടുള്ള, ലക്ഷ്മണനോടുള്ള, ശത്രുഘ്നനോടുള്ള സമീപനത്തെ നമുക്ക് കൃത്യമായിട്ട് വിലയിരുത്താം. ഭർത്താവ് എന്ന നിലയിൽ രാമൻ സീതയോട് കാണിക്കുന്ന സ്നേഹവും ആ വിശ്വാസതയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. രാജാവ് എന്ന നിലയിലുള്ള രാമനെയും നമുക്കറിയാം. ഇവിടെ ഹനുമാൻ സന്ദേശവുമായി വരുന്ന സമയത്ത് രാമന്റെ ചിന്ത, എൻ്റെ സീതയെ ഞാൻ എങ്ങനെ കണ്ടെത്തും? കാരണം 14 കൊല്ലമാണ് വനവാസം പറഞ്ഞത്. ഏകദേശം 13-13ാമത്തെ വർഷം പൂർത്തിയാക്കുമ്പോഴാണ് രാവണൻ വന്നിട്ട് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. ഇപ്പൊ 7 മാസം പിന്നിട്ടു. സീതാദേവി ഇല്ലാത്ത 7 മാസം കടന്നുപോയി. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹനുമാൻ സന്ദേശവുമായി വരുന്നത്. ഈ സന്ദേശമായി വരുമ്പോൾ ഒരു വലിയ സന്ദേശം സുഗ്രീവനും കൂടി നൽകുന്നുണ്ട്. അനുചരനായ ഒരാൾ ഓടി വന്നിട്ടൊരു വാനരം പറഞ്ഞു, മഹാരാജൻ സുഗ്രീവനോട്, അങ്ങയുടെ പ്രിയപ്പെട്ട മധുവനം ഹനുമാനും കൂട്ടരും കയറി നിരങ്ങുകയാണ്. അങ്ങയുടെ മധുവനത്തിൽ അങ്ങയുടെ അനുവാദമില്ലാതെ കയറിയിട്ട് തേൻ കുടിക്കുന്നു, പഴം കുടിക്കുന്നു. അത് സുഗ്രീവന്റെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട്. ഇത് കേട്ട ഉടൻ സുഗ്രീവൻ എഴുന്നേറ്റ് പൊട്ടിച്ചിരിക്കുകയാണ്, ആഹ്ലാദിച്ച് കൈകൊട്ടുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോ, എന്തായാലും സീതാദേവി അവർ കണ്ടെത്തി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ധൈര്യം വരില്ല. സീതയെ കണ്ടെത്താതെ, ഒരു വിവരവും സീതയെക്കുറിച്ചില്ലാതെ ഓടി വന്നിട്ട് മധുവനത്തിൽ കയറുവാൻ ആരും ധൈര്യപ്പെടില്ല. ഇങ്ങനെ മധുവനത്തിൽ കയറിയാലും തങ്ങളുടെ രാജാവ് സന്തോഷിക്കുമെന്ന് വാനരന്മാർക്ക് അറിയാം. ഇത് സുഗ്രീവന് മനസ്സിലായി. സുഗ്രീവൻ നല്ല ബുദ്ധിശാലിയാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. അപ്പോഴാണ് സീതാദേവിയുടെ സന്ദേശവുമായിട്ട് ഹനുമാൻ ഓടി വരുന്നതും കണ്ടു ഞാൻ സീതയെ എന്നുറക്കെ വിളിച്ചു പറയുന്നതും രാമൻ ആ വിശേഷങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നതും ചെയ്യുന്നത്. അവിടെ രാമൻ ഒരുപാട് ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുകയാണ്. രാമന് മുദ്രമോതിരം തിരിച്ചു കിട്ടിയപ്പോൾ രാമനെ സംബന്ധിച്ച് ഒരുപാട് കണ്ണുനീരൊഴുക്കുകയാണ്. തൻ്റെ സീതയെ
വൈദേഹത്തിലെ രാജകുമാരി കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് തനിക്കൊപ്പം കാട്ടിലും ഗുഹയിലും ജീവിച്ച ഒരു ഭാര്യ, ഒരു സ്ത്രീയുടെ ഭാവത്തിൽ നമ്മൾ അവരെ കാണുമ്പോൾ എങ്ങനെ ജീവിച്ചിരുന്നൊരു സ്ത്രീയാണ്. അവർ കഷ്ടപ്പാടുകളൊന്നും അറിഞ്ഞിരുന്നില്ല. അവർ കഴിച്ച ഭക്ഷണം, പരിചരിക്കുവാനുള്ള ആളുകൾ, കൊട്ടാരം, എല്ലാ സൗകര്യങ്ങളുമുള്ള സീതാദേവിയാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ 14 കൊല്ലം ഇനി തൻ്റെ ഭർത്താവിൻ്റെ കൂടെ കാട്ടിലാണ് ജീവിക്കേണ്ടതെന്നറിയുന്നത്. അവിടെയാണ് സീത പറയുന്ന വാക്കുകൾ, എവിടെയാണോ എൻ്റെ രാമൻ അതാണ് എനിക്ക് എൻ്റെ അയോധ്യ. ജീവിതം എന്നാൽ സുഖം മാത്രം ഒന്നിച്ചനുഭവിക്കുവാനുള്ളതല്ല. അഗ്നിസാക്ഷിയായി, അക്ഷിസാക്ഷിയായി ആയിരക്കണക്കിന് ആളുകളുടെ കൺമുന്നിൽ വെച്ച് ഒരു പുരുഷന് സ്ത്രീയുടെ കഴുത്തിൽ താലി ചാർത്തിയാൽ ഒരായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, സുഖ ദുഃഖ ലാഭനഷ്ട ജയ പരാജയ സമ്മിശ്രമായ ഈ ജീവിതത്തെ ഒന്നിച്ചനുഭവിക്കാം എന്നതാണ് ആ വാഗ്ദാനം. അല്ലാതെ സുഖത്തിൽ മാത്രം കൂടെ നിൽക്കാനും ദുഃഖത്തിൽ പിന്തിരിഞ്ഞോടുവാനും ഉള്ളതല്ല ദാമ്പത്യ ജീവിതം. അവിടെയാണ് ആ ഒരു ദൃഢമായ ദാമ്പത്യ ജീവിതത്തിന്റെ, സീതയോടുള്ള ഒടുങ്ങാത്ത പ്രണയത്തിന്റെ, സ്നേഹത്തിന്റെ ഉത്തമ ഭർത്താവായ രാമനെ നമുക്ക് കാണാൻ കഴിയുന്നത്. രാമൻ ഈ സീത കൊടുത്തയച്ച ഈ മോതിരം കിട്ടിയ സമയത്ത് പൊട്ടിപ്പൊട്ടി കരയുകയാണ് രാമൻ. കാരണം ഓർമ്മകളിൽ കരഞ്ഞു പോവുക. നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ചിലത് കാണുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയി, അതുപോലെ സാദൃശ്യമായ മറ്റൊരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ അതോട് സാമ്യമുള്ള മറ്റെന്തെങ്കിലും ഒരു കർമ്മം നമുക്ക് ഓർമ്മ വരുമ്പോൾ കരഞ്ഞു പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് മനസ്സിനെ നമുക്ക് ഒരു പരിധി വരെ ആശ്വാസം നൽകും. അപ്പോൾ വിഷമത്തെ മനസ്സിൽ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന സമയത്ത് അത് വർദ്ധിക്കുകയുള്ളൂ. ആരോടെങ്കിലും ഒന്ന് ഏറ്റു പറഞ്ഞൊന്ന് പൊട്ടിപ്പൊട്ടി കരഞ്ഞാൽ നമുക്ക് പകുതിയിലേറെ ആശ്വാസമാവും. അതുകൊണ്ടാണ് മനഃശാസ്ത്രകാരന്മാർ പറയുന്ന കാര്യം എപ്പോഴും ഈ മാനസിക വിഷമങ്ങൾ മനസ്സിൽ അടുക്കി വെക്കരുത്. അത് പറയാൻ പറ്റുന്നവരോട് മാത്രം പറയുക. അത് എല്ലാവരോടും പറയാൻ പാടില്ല. നമുക്ക് പറ്റിയൊരു തെറ്റ്, നമുക്ക് പറ്റിയൊരു അബദ്ധം, ഇത് നമുക്ക് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്നതാണ് എങ്കിൽ ഏറ്റവും യോഗ്യനായ, നമ്മുടെ നന്മയെ കാക്ഷിക്കുന്ന ഒരാൾക്കരികിൽ അത് ഇറക്കി വെച്ചാൽ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസത്തെ ലഭിക്കും. അവിടെയാണ് രാമന്റെ കരച്ചിലിന് ഈ ഒരു അർത്ഥമുണ്ടാകുന്നത്. മാനുഷിക തലത്തിൽ സുഖ ദുഃഖ ലാഭനഷ്ട ജയപരാജയ സമ്മിശ്രമായ ജീവിതത്തിൽ സുഖം വരുമ്പോൾ ചിരിക്കാനും ദുഃഖം വരുമ്പോൾ കരയാനും നമുക്ക് കഴിഞ്ഞാൽ, പക്ഷെ ഇതൊന്നും നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കാനും പാടില്ല. അത് രാമന്റെ ഇനി വരുന്ന ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദുഃഖത്തിൽ നശിച്ചു പോകരുത്, സുഖത്തിൽ മതിമറന്നു പോകരുത് എന്നത് രാമന്റെ ജീവിതത്തിലെ സന്ദേശമാണെന്ന് നമുക്ക് താമസിയാതെ കൂടുതൽ വിസ്തരിച്ച് പഠിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ജയ് ശ്രീറാം.